ഓക്കെ, ക്യാമ്പയിൻ നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ആഡ് സെറ്റ് വരിക. ആഡ് സെറ്റ് വന്ന് സ്ക്രോൾ ചെയ്ത് നമ്മൾ അവിടെ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ എത്തി കഴിയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഓഡിയൻസിൻ്റെ നെയിം ഏതിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു നെയിം ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. മൈ ഡെമോ എന്നുള്ള പേരില്ല, സോറി. ഓക്കെ, അപ്പം ആ മൈ ഡെമോ എന്ന് പറയുന്ന ആ ഒരു ഓഡിയൻസിനെ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, മൈ ഓഡിയൻസ് എന്ന് പറയുന്ന മൈ ഡെമോ എന്ന് പറയുന്ന ആ ഒരു ഓഡിയൻസിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി ആഡ് റൺ ചെയ്യുമ്പോൾ ഈ ഒരു ഓഡിയൻസിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഇത് പല രീതിയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി അതല്ലാതെ നമുക്ക് വെബ്സൈറ്റ്, ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഫൈൽ വിസിറ്റ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ എൻഗേജ്മെൻറ്റ്, ഫേസ്ബുക്കിൻ്റെ എൻഗേജ്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്യാമ്പയിൻസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ കസ്റ്റം ഓഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെയിം, അതായത് നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ആ ഒരു ഡാറ്റയ്ക്ക് ഒരു ക്യാരക്ടർ ഒക്കെയാണോ അല്ലേ, അതായത് അതൊരു എന്താ പറയുക, പ്രത്യേക ബിഹേവിയർ ഉള്ള ആളുകളായിരിക്കും. അതായത് ഓൾറെഡി പർച്ചേസ് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അവർ വാങ്ങി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതേ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇനിയും നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. സോ അതിനെയാണ് നമ്മൾ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ലുക്ക് ലൈക്ക് ഓഡിയൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. സോ ഇങ്ങനെയാണ് കസ്റ്റം ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. താങ്ക് യു.